സൂപ്പർ മാർക്കറ്റ് തന്നോണ്ട് സാധനങ്ങളാ. എവിടെ എടുത്തേക്കിന്റെ? എല്ലാം എടുത്ത് കിച്ചണിലേക്ക് വെച്ചേക്ക്. ആ. ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നിൽക്ക്. താനെല്ലാം ഇവിടെ തന്നെ ഇറക്കി വെച്ചാ മതി. എന്നിട്ട് പോയിക്കോ. പോകാനോ? പിന്നെ ഇതൊക്കെ ആരെടുത്ത് അകത്ത് വെക്കാൻ ഭൈരവിയമ്മേ? നീ സമാധാനപ്പെടു വസുന്ധരെ. ഇവിടെ ഇറക്കി വെച്ചാ മതിയോ? ആ, താൻ അവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്. ആ. നിനക്കിതൊക്കെ അകത്ത് കൊണ്ടുവെക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ, അത് കൊണ്ടുവച്ചല്ലേ പറ്റൂ. അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. നിധി, മുറി കയറി അടച്ചിരിക്കാണോ? ഇങ്ങനെ വന്നേ. നിധി, ഭൈരവിയമ്മ വിളിച്ചത് കേട്ടില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ ഭൈരവിയമ്മ, എന്താ കാര്യം? അതിനെ അമ്മായിയമ്മയെ ബോധ്യപ്പെടുത്തി സമ്മതപത്രം വാങ്ങിയാൽ മാത്രമേ മരുമകള് താഴേക്ക് എഴുന്നള്ളൂ എന്നാണോ? എന്താ ഭൈരവിയമ്മേ, എന്തിനാ വിളിച്ചത്? ഓണത്തിന് വേണ്ടി പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഒരോട്ടക്കാരൻ കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചിട്ടുണ്ട്. നീ പോയി അതെല്ലാം എടുത്ത് അടുക്കളയിൽ വെക്ക്. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാൻ. ഭൈരവി അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സാധനം എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കണം, അത്രയല്ലേ വേണ്ടു. പലവ്യഞ്ജനമോ പച്ചക്കറി എന്തോ ആയിക്കോട്ടെ, ഞാൻ തന്നെ എടുത്ത് അകത്ത് വയ്ക്കും. ഞാൻ എടുത്തോണ്ട് വരാം. നിക്ക്. അടുക്കള സാധനങ്ങൾ ചുമക്കേണ്ടത് ഈശ്വരമംഗലത്തെ ആണുങ്ങളല്ല. നീ നിന്റെ പാട് നോക്കി പോകും. ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് എനിക്കറിയാം. ഭൈരവിയമ്മ, അതൊക്കെ ഞാൻ എടുത്തോണ്ട് വെച്ചോളാം. മരുമകളെ സൂഹിക്കാൻ വിട്ടിട്ട് അമ്മായിയമ്മ മാട് പോലെ പണിയെടുക്കുന്ന പതിവാണോ പാർവതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ജോലി ആര് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. ഇതൊക്കെ ആവശ്യമില്ലാത്ത വാശിയാ. ഗൗതം, വേണ്ട. ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. എല്ലാം ഞാനെടുത്ത് വെച്ചോളാം. അതിനിപ്പോ എന്താ കുഴപ്പം? ഒന്നോ രണ്ടോ ചെറിയ ചാക്കുകെട്ടാണെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് ആ ചാക്കുകെട്ടുകൾ ചുമന്ന് ഇവളുടെ നടുപൊടി ഉറപ്പ്. ഇത്രയും കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊണ്ടുവന്ന ആളോട് തന്നെ അകത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? എന്താ ഗൗതം ഈ പറയുന്നത്? വല്ല ആൾക്കാരെയൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കയറി പെരുമാറാൻ അനുവദിക്കുന്നത് ശരിയുള്ള കാര്യമാണോ? അല്ലേ ഭൈരവ്യമേ? പിന്നല്ലേ. ഇതൊക്കെ നിധിക്ക് നിസ്സാരമല്ലേ? ഇവളിത് പുഷ്പം പോലെ എടുത്തോണ്ട് വെച്ചോളും. എന്താ നോക്കി നിൽക്കുന്നത്? ഒന്നൊഴിയാതെ എല്ലാം എടുത്തു വെച്ചേ. ഞാൻ സഹായിക്കാം മോളെ. അയ്യോ വേണ്ടമ്മേ. മരുമകൾ ജോലി ചെയ്യുമ്പോൾ അമ്മായിയമ്മമാർ സഹായിക്കാൻ പാടില്ല. അതാ ഈശ്വരമംഗലത്തിന്റെ ചട്ടം. ഭൈരവമ്മ എന്തു പറഞ്ഞാലും ഇവിടെ അനുസരിക്കുന്ന ഒരേ ഒരാൾ നിധി ആയതുകൊണ്ടല്ലേ എല്ലാ പണികളും അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആജ്ഞകൾ അനുസരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോ അയാളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഭൈരവിയമ്മ പറഞ്ഞ ഈ വീട്ടിൽ ആരെങ്കിലും അനുസരണക്കേട് കാണിക്കോ? അതൊക്കെ അനുസരിപ്പിച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെയൊന്നും പറയല്ലേ ഗൗതം. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാ. ഭൈരവിയമ്മ ഈശ്വരമംഗലം കുടുംബത്തിന്റെ അധികാരിയാ. ആ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അതിനെ പാറുവമ്മയായാലും വസുന്ധരാന്റി ആയാലും ഈ ഞാനായാലും അക്ഷരം തെറ്റാതെ അനുസരിക്കും. അതുകൊണ്ടല്ലേ ഞാനും മറുത്തൊരു വാക്ക് പറയാത്തത്. അമ്മയും നീയും ഭൈരവി അമ്മയുടെ വാക്കുകൾ അണുവിട തെറ്റാതെ അനുസരിച്ചെന്നിരിക്കും. പക്ഷെ വസുന്ധരാമ്മ ഈ നിൽക്കുന്ന ആളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അല്ലെങ്കിൽ വസുന്ധരാമ്മ പറയട്ടെ.
വസുന്ധരാമ ചിലപ്പോ ഭൈരവി അമ്മയുടെ പുറകെ നടക്കുന്നുണ്ടായിരിക്കാം. എന്നും കരുതി പറയുന്നത് എന്തും കണ്ണും പൂട്ടി അനുസരിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഡാടാ ഗൗതം, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കൺകണ്ട ദൈവമായ ഈ ഭൈരവിയമ്മയെ മാത്രമാ. പറയുമ്പോ നമുക്ക് എന്ത് വേണേലും പറയാലോ, പ്രവർത്തിച്ച് കാണിക്കാനാ ബുദ്ധിമുട്ട്. വസുന്ധര ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണോ ഗൗതം പറയുന്നത്? പറയുന്നത് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ട് ചെവിയും ഷാർപ്പാ. പക്ഷെ ഇതുപോലൊരു ജോലി അങ്ങ് ഏൽപ്പിച്ച് നോക്കിയാട്ടെ, ചെയ്യോ ഇല്ലയോന്ന് അപ്പ അറിയാം. ഗൗതം പ്ലീസ്, ഭൈരവിയമ്മയോട് ഇങ്ങനൊന്നും പറയല്ലേ. അല്ല, പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ കാണിക്കുന്നത് ബഹുമാനക്കുറവൊന്നുമല്ല. സത്യം എന്താണെന്ന് ഭൈരവിയൊന്നും അറിയണമല്ലോ. ഗൗതം നീ ഇതിൽ ഇടപെടണ്ട, നീ അകത്ത് പോയേ ചെല്ല്. ഞാൻ വേഗം. നിക്ക്. ഈശ്വരമംഗലത്തെ ഒരു ഇളം തലമുറക്കാരന് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ അവിശ്വാസം തോന്നിയ അത് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. എങ്ങനെ തെളിയിക്കാനാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു തർക്കത്തിനും ഞാനില്ല. ഭൈരവിയമ്മ, ഗൗതം എന്തൊക്കെയോ പറയുന്നതാ, അത് വിട്ടേക്ക്. ഭൈരവിയമ്മ എന്ത് പറഞ്ഞാലും അതിനെ എന്ത് മലമറിക്കുന്ന കാര്യമാണെങ്കിലും വസുന്ധര ആന്റി അനുസരിക്കും. എനിക്കത് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വെറുതെ ഒരു ഉറപ്പ് പോരാ, നിങ്ങളുടെ മുന്നിൽ ഞാനത് തെളിയിച്ചു കാണിക്കും. എന്ത് പറയുന്നു വസുന്ധരെ? പിന്നല്ലാതെ തെളിയിക്കണം ഭൈരവിയമ്മേ. ഞാനിപ്പതേ ഇവിടെ വെച്ച് കാണിച്ചു തരാം വസുന്ധരയ്ക്ക് എന്നോട് എത്രമാത്രം അനുസരണയുണ്ടെന്ന്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയുന്നത് അപ്പടി ചെവിക്കൊള്ളൂ. എന്റെ ഈ അനന്തരാവകാശി. വസുന്ധരെ, ഈ സർവ്വ സാധനങ്ങളും നീ തനിച്ചെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചേക്ക്. ചെല്ലു വസുന്ധരെ, എല്ലാം ചെന്ന് എടുത്തു വെക്ക്. ഞാനോ? ഒറ്റയ്ക്കോ? നീയൊന്നും മാറിക്കേ. കണ്ടല്ലോ, ഇത്രയുള്ള കാര്യം. ഭൈരവി അമ്മയുടെ എല്ലാ പ്രതീക്ഷയും തീർന്നില്ലേ? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വസുന്ധര അമ്മ അനുസരിക്കില്ലെന്ന്. ഗൗതം, വെറുതെ ഭൈരവിയമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇവിടെ ഇപ്പൊ ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യമില്ല. വസുന്ധരൻ ഞാൻ പറയുന്നത് കേൾക്കും, അതെനിക്കറിയാം. എന്താ, നിനക്ക് അനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വസുന്ധരെ? അത് ഞാൻ തിരുവോണ നാളിൽ എന്റെ കയ്യിൽ നിന്നും നിന്റെ കഴുത്തിലേക്ക് മരതകമാല ഏറ്റുവാങ്ങി അധികാരം ഏൽക്കേണ്ടവളാണ് നീ. നീ എന്നോടുള്ള കൂറും വിശ്വാസതയും തെളിയിക്കണ്ടേ വസുന്ധരെ? അത് വേണം. എങ്കിൽ പിന്നെ മടിക്കണ്ട, ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നേ. ഇവരുടെ മുന്നിൽ ഞാൻ ആരാണെന്നും എന്താണെന്നും തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോ നാളത്തെ അവകാശയാവും പോകുന്ന നിന്റെ കയ്യിലാണ്. ചെയ്യാം, ഞാൻ തന്നെ ചെയ്തോളാം ഭൈരവിയമ്മേ. എല്ലാം ഞാൻ തന്നെ എടുത്തോണ്ട് വെക്കാം.